നമുക്ക് എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, 2026 നമ്മുടെ മേജർ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അടുത്ത നോട്ടിഫിക്കേഷൻ ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമോ? സോ ആ നോട്ടിഫിക്കേഷനെ പറ്റി സംസാരിക്കാനാണ് ഞാനും റിജിൻ സാറും ഇന്ന് വന്നിരിക്കുന്നത്. സോ നമ്മളുടെ ഈ വർഷം തൊട്ട് ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എപ്പോഴും നമുക്ക് ആദ്യം നടക്കുന്ന നോട്ടിഫിക്കേഷൻ IBPS RRBയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അല്ലേ സാർ വരുന്നത്? ഓർഡർ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, തോന്നുന്ന പോലെയൊക്കെ മാറി മാറി വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു. SBI ഇടയ്ക്ക് വെച്ചും കംപ്ലീറ്റ്ലി ഓർഡർ തെറ്റിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ ക്ലിയർ ഒരു ഐഡിയ വന്നു ഇനി എങ്ങനെ നടക്കാൻ പോകുന്നത്. അതെ അതെ. അപ്പോൾ നമ്മുടെ RRBയുടെ IBPS RRB PO അതുപോലെ തന്നെ RRB ക്ലർക്കിന്റെ ഒക്കെ, അതായത് റീജിയണൽ റൂറൽ ബാങ്ക്സ്, നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്. അതായിരുന്നു ബാങ്ക് എക്സാമിനേഷൻസിൽ എപ്പോഴും ആദ്യം നടക്കുന്നുണ്ടാകുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ IBPS PO ആൻഡ് ക്ലർക്ക്, അതായത് നമ്മുടെ 11 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് അത് കഴിഞ്ഞ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ചിലപ്പോൾ SBI ഇതിന്റെ ഇടയ്ക്ക് കയറി വിളിക്കും. ഈ IBPS RRBയുടെ IBPS ക്ലർക്കിന്റെ ഇടയ്ക്ക് കയറി വിളിക്കാറുണ്ട്. അതും അല്ലെങ്കിൽ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഇയർ എൻഡിലേക്ക് SBI PO ക്ലർക്ക് വിളിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം തൊട്ട് അങ്ങനെ ആയിരിക്കില്ല നടക്കുന്നത്. ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഓർഡറിലായിരിക്കും നമ്മുടെ എക്സാമുകൾ എല്ലാം തന്നെ നടക്കുക. SBIയുടെ 2026-27 നോട്ടിഫിക്കേഷൻ നമ്മൾ സൂൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ SBI എക്സാമിനേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IBPS RRBക്കും IBPS PO ആൻഡ് ക്ലർക്കിന് മുമ്പ് തന്നെ ഉണ്ടാവും. സോ പഴയതുപോലെ നമ്മുടെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ സർ, ആ ഒരു സമയത്ത് കാണാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് റീസൺ ഉള്ളതൊക്കെ നമ്മൾ നേരത്തെ ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. സോ അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം SBI നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും വരിക. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ IBPS, അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള PO ആൻഡ് ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാകുക. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള PO ആൻഡ് ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാകുക. ഈ IBPS നാഷണലൈസ്ഡ് ബാങ്കുകളിലെ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ ഇതിൻ്റെ കൂടെ SOE നടക്കും. ഓക്കെ, SBIയുടെ ആണെങ്കിലും നമ്മൾ ആദ്യം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. SBI ക്ലർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സർ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് മാർച്ച് എക്സ്പെക്ട് ചെയ്യാം. മാർച്ച് ഏപ്രിൽ കഴിയുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് 20 to 25 ഡേയ്സ് വിൻഡോ കാണുമായിരിക്കും രജിസ്ട്രേഷന് വേണ്ടി. അത് കഴിഞ്ഞ് എക്സാംസ് മിക്കവാറും നടക്കാൻ പോകുന്നത് ഇതിന് മുമ്പ് നടക്കുക എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മെയിൻസ് ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാംസ് തുടങ്ങി വെക്കുന്ന ഓർഡർ ആദ്യമേ തുടങ്ങി വെക്കുക, റിസൾട്ടും ആദ്യമേ വരിക എന്നുള്ളതാണ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇതിന്റെ റിസൾട്ട് വന്നിട്ട് വേണം അടുത്തതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്നവരാണെങ്കിൽ പിന്നെ അത് അതിലേക്ക് പോകത്തില്ല എന്നൊരു ആംഗിളിന് വേണ്ടി, ഈ ഒരു വേക്കൻസി വേക്കന്റ് ആയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓർഡർ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, കൂടുതലും കാൻഡിഡേറ്റ്സ് ഒക്കെ RRB പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ SBI കിട്ടുമ്പോൾ അതിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ SBI, ദെൻ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് റിക്രൂട്ട്മെന്റ്, അത് കഴിഞ്ഞിട്ട് RRB വരുന്നത്. നമ്മളിപ്പം ഇനി ഡിസ്കസ് ചെയ്യുന്നത് വേക്കൻസീസ് ആണ്. സാർ എത്രയായിരുന്നു നമ്മുടെ വേക്കൻസീസ് വന്നിരുന്നത്? SBIയുടെ ക്ലർക്കിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ വേക്കൻസീസ് വരുമ്പോൾ പണ്ടോട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ട്. 8000 എന്ന് പറഞ്ഞൊരു നമ്പർ പണ്ടുണ്ടായിരുന്നു. മിക്ക കേസിലും അത് 8000 ആയിരുന്നു. വ്യത്യാസങ്ങൾ ചിലപ്പോൾ വന്നിട്ടുള്ള കോവിഡ് സമയത്തോ അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ വന്നത്. നമ്മളിപ്പോൾ പെട്ടെന്ന് ചുമ്മാ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ആ ഒരു 8000 അടുപ്പിച്ചുള്ള ഒരു നമ്പറിലാണ് എപ്പോഴും വേക്കൻസീസ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ്ലി ഒരു ഓർഡർ തെറ്റിയത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ആൾക്കാരും ഒരുപാട് പേർക്ക് ജോലി കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെ 2024 അവസാനം ആയപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എക്സാം ഒക്കെ നടന്നത് 2025 തുടക്കത്തിലായിരുന്നു. അന്നാണ് നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും ഹ്യൂജ് വേക്കൻസി, ഒരു 14,000-ഓളം വേക്കൻസിക്ക് നമ്മുടെ SBI ക്ലർക്ക് വിളിച്ചത്. അതിനുശേഷം നമുക്ക് ഈ ഒരു എക്സാം നടന്നതിന് ഒരു 6 മാസം പോലും കഴിയുന്നതിന് മുമ്പാണ് അടുത്ത SBIയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വട്ടം വേക്കൻസി അപ്പം ഒരുപാട് പേര് ഒരുമിച്ച് എടുത്തോണ്ട്, കാരണം അടുത്ത വട്ടം വിളിച്ചപ്പോൾ എന്ത് ചെയ്തു, വേക്കൻസി ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ലൈക്ക് 8,000 വരെ പോയില്ല, ഒരു 6,500, വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 1,500 വ്യത്യാസമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ വന്നത്. അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു എക്സാം കഴിഞ്ഞ വർഷം നേരത്തെ നടത്തിയോണ്ട് ഈ വർഷം നമ്മുടെ ഈ ഒരു SBI ക്ലർക്കിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്തായാലും മിനിമം നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ 8,000 ഉള്ള നമ്പർ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ പോകാൻ സാധ്യത. നമുക്കൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, അതായത് മേജർ ഒരു 16,000-ഓളം വേക്കൻസീസ് 2026 എന്താ പറയാ ഫില്ല് ചെയ്യും എന്നുള്ളത് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും വേക്കൻസീസ് ക്ലർക്കിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അത് ക്ലർക്കും POയും SO കൂടി ചേർത്തിട്ടാണ് അവർ ചേർത്തിട്ടുള്ള വേക്കൻസീസ് ആണ് കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഡെഫിനറ്റ്ലി വേക്കൻസി ഏറ്റവും കൂടുതൽ നമ്മുടെ SBI ക്ലർക്കിനായിരിക്കും. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത്. സോ പ്രിറ്റി ഗുഡ് നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം.
യെസ്, അപ്പോൾ അത്രയാണ് വേക്കൻസിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സാറ് പറഞ്ഞ പോലെ ഒരു 8,000 റേഞ്ചിലാണ് എപ്പോഴും വരുന്നത്. നമ്മുടെ ഈ ഒരു ഇയറിൽ 2024 ഒരു ഹ്യൂജ് സ്പൈക്ക് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ അങ്ങനെ കൃത്യ ഒരു ഓർഡർ ഒന്നും ഇല്ലായിരുന്നു തന്നെ പറയാം. ഇപ്പൊ നമ്മളിപ്പം കഴിഞ്ഞ കുറെ വർഷങ്ങൾ ബാക്കിലോട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ ഏപ്രിൽ നടന്നു, അതിനുശേഷം ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നു, പിന്നെ ഏപ്രിൽ നടന്നു, പിന്നെ അവർ ആ ഒരു മിഡിലേക്ക് കൊണ്ടുപോയി പതുക്കെ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പിന്നെ അത് നവംബറായി, ഡിസംബറായി, പിന്നെ ഓഗസ്റ്റിൽ നടന്നു. ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു വലിയൊരു ഓർഡർ ഇല്ലാതാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം തൊട്ട് അത് കുറച്ചുകൂടി ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ് ഈ കഴിഞ്ഞ വർഷം അവസാനം നമുക്ക് അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വന്നത്. നമുക്ക് ഈ ഒരു 3 വർഷം, അതായത് 2022, 23, 24 നമ്മൾ നോക്കുവാണെങ്കിൽ ഇയർ എൻഡിനോട് ചേർന്നാണ് ഇവരിത് നടത്തി വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ സെക്കൻഡ് എന്താ പറയാ ഒരു 3rd and 4th quarter ഓഫ് ഇയറിലാണ് എക്സാംസ് മൊത്തം കണ്ടക്ട് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസ് ഒക്കെ ആദ്യത്തെ ക്വാർട്ടറിൽ വിളിക്കുന്നത്, എക്സാം നടക്കുന്നതല്ല, വിളിക്കുന്നത് ആദ്യത്തെ ക്വാർട്ടറിലും, രണ്ടാമത്തെ ക്വാർട്ടറിൽ നമ്മുടെ ഈ പറഞ്ഞ SBIയുടെ നോട്ടിഫിക്കേഷൻസും, 3rd ക്വാർട്ടറിൽ നമ്മുടെ IBPS, 4th ക്വാർട്ടറിൽ നമ്മുടെ IPS RRB. ആ ഒരു ആംഗിളിലാണ് എനിക്ക് തോന്നുന്നു അവിടെ ഒരു പ്ലാൻ എന്നുള്ളത്. അപ്പൊ അവർ ഓരോ ക്വാർട്ടറിലും അവർക്ക് ഒരു പ്രോപ്പർ എക്സാംസ് നല്ലപോലെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ ഓവർലാപ്പ് വരുന്നത് കൊണ്ട് തന്നെ എന്താ ക്ലാഷസ് ഉണ്ടാവും. പിള്ളേർ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അറ്റ് ദ സെയിം ടൈം മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരിക, അതിൻ്റെ ഇടയ്ക്കൂടെ പ്രിലിംസിൻ്റെ പ്രാക്ടീസ് നടത്തുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആകുമ്പം ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് വരത്തില്ല. കറക്റ്റ് പ്രിലിംസ് എഴുതി അതിൻ്റെ മെയിൻസ് വരുന്നു, അടുത്ത പ്രിലിംസ് വരുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് മെയിൻസ് വരുന്നു, അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫാക്റ്റ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ക്ലാഷസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് SBIയുടെ നമുക്ക് ഈ വർഷം സ്റ്റാർട്ടിൽ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ നാഷണലൈസ് ബാങ്കുകളിലേക്കുള്ള IBPS PO ക്ലർക്ക് SO റിക്രൂട്ട്മെൻറ്റ് നടക്കുക. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും RRBസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുക. സോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് നമ്മുടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് അല്ലേ സർ പഠിക്കാനിരിക്കരുത്. ഇപ്പം ഒരുപാട് പേരും നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം അന്ന് സംഭവിച്ച ഒരു കാര്യം നമുക്ക് എക്സാമ്പിൾ എടുക്കാം. കഴിഞ്ഞ വർഷം സംഭവിച്ച ഒരു കാര്യം, SBIയുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല. ഒരുപാട് പേരും വിചാരിച്ചു SBI നോട്ടിഫിക്കേഷൻ വരത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആ സമയത്ത് ഒരുപാട് വട്ടം പറഞ്ഞ SBIയുടെ നോട്ടിഫിക്കേഷൻ വരും, ഉറപ്പായിട്ടും വരും, എല്ലാ വർഷവും വിളിക്കുന്നതാണ്, ഉറപ്പായിട്ടും വരും. പക്ഷെ ഒരുപാട് പേര് എന്ത് ചെയ്തു, നമ്മുടെ ഒരു ചെറിയൊരു എക്സാം എല്ലാം കഴിഞ്ഞു, SBI വരുന്നുമില്ല. അപ്പൊ അവിടെ ഒരു എന്താ പറയുക ഒരു വേക്കന്റ് ആയിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പേര് പല എക്സാമിലേക്ക് പോയി. എനിക്ക് റെയിൽവേ എക്സാം, ഒരുപാട് പേര് റെയിൽവേ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന ആ സമയത്ത് ഒരുപാട് റെയിൽവേ എക്സാമിലേക്കൊക്കെ പോയി. കംപ്ലീറ്റ്ലി ഒരു ബാങ്ക് വിട്ടിട്ടങ്ങ് പോയി. എനിക്ക് ഇനി റെയിൽവേ നോക്കാം, SBI വരുന്നുമില്ല, വിളിക്കത്തുമില്ല എന്നുള്ള ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫോക്കസ് ചെയ്യണം, SBI വിളിക്കും എന്നുള്ളത്. പറഞ്ഞ പോലെ തന്നെ ലേറ്റ് ആയിട്ടാണെങ്കിലും വിളിച്ചപ്പം ഒരുപാട് ലേറ്റ് ആയിട്ട് വിളിക്കുമ്പോൾ വേക്കൻസി വളരെ കൂടുതലാണ് വിളിച്ചത്. സോ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ. അപ്പൊ അങ്ങനെയൊക്കെ നോട്ടിഫിക്കേഷൻ കയറി വന്നു കഴിഞ്ഞാൽ വേക്കൻസി ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. സോ നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്കൊരു 3 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മിനിമം 3 മാസം വേണം സിലബസ് കവർ ചെയ്യാൻ. പിന്നെ പ്രാക്ടീസ് ചെയ്ത് ആ മോക്ക് ടെസ്റ്റും സ്കോറിലേക്ക് എത്തിക്കണമെങ്കിൽ പിന്നെ ഒരു മിനിമം 2 മാസം വേണം. ഒരു 5 മാസം പ്രോപ്പർ പ്രിപ്പറേഷൻ എന്തായാലും ആവശ്യമുണ്ട്. ഇപ്പം തുടങ്ങുകയാണെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഏപ്രിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുവാണ്. ഏപ്രിൽ ഫസ്റ്റ് എന്താ പറയുക ഈ സെക്കൻഡ് ക്വാർട്ടറിന്റെ ആദ്യത്തെ മന്ത് എന്നൊരു രീതിയിൽ ഏപ്രിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്താൽ പോലും നമുക്ക് ഈ പറഞ്ഞ മെയ് മന്തിൽ അവസാനത്തോടെ എക്സാം നടക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഒരു 5 മാസം സമയം ഇപ്പോഴും കിട്ടുന്നുണ്ട്. സോ ഇപ്പം പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ പോലും സിലബസ് ഒക്കെ കവർ ചെയ്ത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മളിത് നോട്ടിഫിക്കേഷൻ വരട്ടെ, ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കാം എന്ന ആംഗിളിലാണെങ്കിൽ പിന്നെ ഒരു 30 തൊട്ട് 45 ദിവസം എനിക്കൊന്ന് അത്രയും സമയം കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, പിന്നെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രഷ് ആസ്പിറൻസിന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നേരത്തെ തൊട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം കിട്ടാതെ പോയിട്ടുള്ള ആസ്പിറൻസ് ഒക്കെ, ബ്രേക്കുള്ള ആസ്പിറൻസ് കാണാം. അവർ എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ അറിയാം, പൊടി തട്ടി എടുക്കുക. അതുപോലെ തന്നെ റൈറ്റ് ഓൺ ടു മോക്ക് എക്സാമിനേഷൻസ് ചെയ്ത് തുടങ്ങുക. ആൻഡ് അതിൻ്റെ അനാലിസിസും ചെയ്യുക. വല്ലതും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്തിട്ട് സ്മാർട്ടായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കുക. ഈ വർഷം നിങ്ങൾക്ക് എന്തായാലും എക്സാം ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനിയുള്ള ഈ നോട്ടിഫിക്കേഷൻ വരുന്നവരുള്ള സമയം ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും നല്ലപോലെ. ആൻഡ് നമ്മുടെ എൻട്രിയിലാണെങ്കിലും ബാച്ചസ് എല്ലാം അവൈലബിൾ ആണ്. SBI, IBPS, വാട്ട് എവർ എക്സാംസ്, ഏത് ബാങ്ക് എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്താലും നമുക്കിവിടെ റൈറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് തരാനായിട്ട് ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും എല്ലാം റെഡിയാണ്. നമുക്ക് ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടോ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, അതായത് 7736122215 ഈ നമ്പറിൽ, ഈ നമ്പർ തന്നെ
സ്ക്രോളിലൂടെ പോകുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതിയാവും. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒട്ടും സമയമില്ല, ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സോ ഇറ്റ്സ് മീ അമിഷ ആൻഡ് റിജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.